ഗുഡ് മോർണിംഗ്. മോൾ കൺസെപ്റ്റ് ആൻഡ് ബാലൻസ്ഡ് ഇക്വേഷന്റെ ബേസ് ചെയ്തുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ആദ്യത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച എടുത്തായിരുന്നു. നമ്മൾ മോൾ കൺസെപ്റ്റ് ആൻഡ് ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മോൾ കൺസെപ്റ്റ് ആൻഡ് ബാലൻസ്ഡ് ഇക്വേഷന്റെ രണ്ട് പ്രോബ്ലംസും ചെയ്യിപ്പിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ മോൾ കൺസെപ്റ്റ് ആൻഡ് ബാലൻസ്ഡ് ഇക്വേഷന്റെ 3 പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യും. നമുക്ക് ഈ വീഡിയോയിൽ ഫസ്റ്റ് പ്രോബ്ലം എന്ത് ചെയ്യാം നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാൻ. കാൽക്കുലേറ്റ് ദ mass of CO2. Calculate the mass of CO2 obtained by heating 25 gram CaCO3. അതായത് CaCO3 എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ്. 25 gram CaCO3 ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന CO2ന്റെ മാസ് കണ്ടുപിടിക്കണം. 25 gram കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന CO2ന്റെ എന്ത് കണ്ടുപിടിക്കണം? മാസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അവർ ക്വസ്റ്റ്യനകത്ത് കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ CaCO3 ആണ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യും കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡ് ആണ് CaO. സെക്കൻഡ് പ്രോഡക്റ്റ് ആണ് കാർബൺ ഡയോക്സൈഡ് CO2. ആ ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം 25 gram കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എത്ര ഗ്രാം എന്ത് കിട്ടും? CO2 കിട്ടും എന്നുള്ളത് നമ്മൾ ഈ ബാലൻസ്ഡ് ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ എടുത്തെഴുതണം. എന്നിട്ട് കാൽസ്യം കാർബണേറ്റിന്റെ താഴെ ആ ബാലൻസ്ഡ് ഇക്വേഷനകത്തുള്ള കാൽസ്യം കാർബണേറ്റിന്റെ മാസ് എഴുതണം. CO2ന്റെ താഴെ ബാലൻസ്ഡ് ഇക്വേഷനകത്തുള്ള CO2ന്റെ മാസ് എഴുതണം. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കണം 25 gram കാൽസ്യം കാർബണേറ്റ് എടുക്കുകയാണെങ്കിൽ എത്ര ഗ്രാം CO2 എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യമേ ശ്രദ്ധിച്ചിരിക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലം ചെയ്യാവേ. നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതുന്നു. CaCO3 കാൽസ്യം കാർബണേറ്റ് ഗീവ്സ് കാൽസ്യം ഓക്സൈഡ് CaO plus CO2. നമ്മൾ ചെയ്യേണ്ടത് കാൽസ്യം കാർബണേറ്റിന്റെ താഴെ മാസ് എഴുതണം. ബാലൻസ്ഡ് ഇക്വേഷനകത്തുള്ള കാൽസ്യം കാർബണേറ്റിന്റെ മാസ് നമ്മൾ എന്ത് ചെയ്യുക? എഴുതുക. കാൽസ്യത്തിന്റെ അറ്റോമിക് മാസ് 40. Ca കാൽസ്യമാണ്. ക്യാപിറ്റൽ സി സ്മോൾ എ കാൽസ്യത്തിന്റെ സിമ്പല. കാൽസ്യത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 40. അത് നമുക്ക് ക്ലാസ് ടേബിൾ ഉപയോഗിച്ച് അറ്റോമിക് മാസ് എടുക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്തു തന്നാ പറഞ്ഞു തന്നതാണ്. പിന്നെ കാൽസ്യത്തിന്റെ അറ്റോമിക് മാസ് 40 പ്ലസ് കാർബണിന്റെ അറ്റോമിക് മാസ് 12. ഇവിടെ ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. അറ്റോമിക് മാസ് എത്രയാണ്? 12 പ്ലസ് ഓക്സിജന്റെ അറ്റോമിക് മാസ് 16. ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ. 16 ഇൻറ്റു എത്രയാണ്? 3. നമുക്ക് ഇവിടെ ഈക്വൽ 40 പ്ലസ് 12 പ്ലസ് 16 ഇൻറ്റു 3 എത്ര? 48. 6 ഇൻറ്റു 3 എത്രയാണ്? 48. നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ കാൽസ്യം കാർബണേറ്റിന്റെ മാസ് നമുക്ക് കിട്ടിയേക്കുന്നത് എത്ര ഗ്രാം എന്നാണ്? 100 ഗ്രാം. അതായത് ബാലൻസ്ഡ് ഇക്വേഷനകത്തുള്ള കാൽസ്യം കാർബണേറ്റിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ഗ്രാം. അടുത്ത CO2ന്റെ മാസ് കണ്ടുപിടിക്കുക. ബാലൻസ്ഡ് ഇക്വേഷനകത്തുള്ള CO2ന്റെ മാസ് കണ്ടുപിടിക്കുക. ഒരു കാർബണിന്റെ അറ്റോമിക് മാസ് 12 പ്ലസ് ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16. ഒരു ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാണ്? 16. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ. 2 ഓക്സിജൻ മാസ് ആകുമ്പോൾ 16 ഇൻറ്റു എത്ര വരണം? 2. 16 ഇൻറ്റു 2 32. 32 പ്ലസ് 12 അതായത് 12 പ്ലസ് 32
equal 44 gram. ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് 100 ഗ്രാം കാൽസ്യം കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ഗ്രാം CO2 ഫോം ചെയ്യുന്നു? 44 ഗ്രാം CO2 ഫോം ചെയ്യുന്നതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് 100 ഗ്രാം കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന CO2ന്റെ മാസ് അല്ല ചോദിച്ചത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 25 ഗ്രാം കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന എന്തിന്റെ മാസ് ആണ്? CO2ന്റെ മാസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അത് മറക്കരുത്. എത്ര ഗ്രാമിന്റെയാണ്? 25 ഗ്രാം കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന CO2ന്റെ മാസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചിരിക്കണേ. നമുക്ക് ആദ്യം സ്റ്റെപ്പ് തുടങ്ങുന്നത് 100 ഗ്രാം ബാലൻസ്ഡ് ഇക്വേഷൻ പറഞ്ഞതിൽ നിന്ന് വേണം നമ്മൾ ആദ്യം തുടങ്ങാൻ വേണ്ടി. 100 ഗ്രാം CaCO3 gives 44 ഗ്രാം CO2. അതായത് 100 ഗ്രാം CaCO3 എത്ര ഗ്രാം CO2 നൽകുന്നു? 44 ഗ്രാം CO2 നൽകുന്നു. അതിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് എഴുതാൻ തുടങ്ങുക. 100 ഗ്രാം CaCO3 gives 44 gram CO2. ക്ലിയർ ആയല്ലോ? ഈ 100 ഗ്രാമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് 25 ഗ്രാമിലേക്ക് പോകണ്ട. 100 ഗ്രാമിൽ നിന്ന് 1 ഗ്രാമിലേക്ക് പോയാൽ മതി. അവിടെ എല്ലാ പ്രോബ്ലം അങ്ങനെയാ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യന് നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ ആകുന്ന മാസിൽ നിന്ന് നമ്മൾ എത്ര ഗ്രാമിലോട്ടാ പോകുന്നത്? 1 ഗ്രാമിലോട്ടാ പോകുന്നത്. കാരണം 1 ഗ്രാമിന്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് എത്ര ഗ്രാമിന്റെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ആ 1 ഗ്രാമിന്റെ വാല്യൂവിനെ അത്രയും ഗ്രാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100 ഗ്രാമിൽ നിന്ന് നമ്മൾ 100 ഗ്രാം CaCO3 gives 44 ഗ്രാം CO2. ഈ 100 ഗ്രാമിൽ നിന്ന് നമ്മൾ എത്ര ഗ്രാമിലോട്ട് പോവാ? 1 ഗ്രാം. അതായത് 1 ഗ്രാം CaCO3 gives 100 ഗ്രാം CaCO3 നമുക്ക് നൽകുന്നത് എത്ര ഗ്രാം CO2 ആ? 44 ഗ്രാം CO2 ആ. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം CaCO3 നൽകുന്ന CO2ന്റെ മാസ് കാണണമെന്നുണ്ടെങ്കിൽ 44നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 44നെ നമ്മൾ ആരോട് ഡിവൈഡ് ചെയ്യുക? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 1 ഗ്രാം CaCO3 gives 44 by 100 ഗ്രാം CO2. 1 ഗ്രാമിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചു. ഈ 1 ഗ്രാമിൽ നിന്ന് നമുക്ക് എത്ര ഗ്രാമിന്റെ വാല്യൂ കണ്ടുപിടിക്കുക? 25 ഗ്രാം CaCO3 നൽകുന്ന CO2ന്റെ മാസ് കണ്ടുപിടിക്കുക. 1 ഗ്രാം CaCO3 നൽകുന്നത് 44 by 100 ഗ്രാം CO2 ആണ്. അങ്ങനെയാണെങ്കിൽ 25 ഗ്രാം CaCO3 നൽകുന്ന CO2ന്റെ മാസ് കാണണമെന്നുണ്ടെങ്കിൽ 1 ഗ്രാമിന്റെ വാല്യൂ എത്ര? 1 ഗ്രാം CaCO3 നൽകുന്ന CO2ന്റെ മാസ് എന്ന് പറയുന്നത് 44 by എത്രയാണ്? 100. ആ 44 by 100നെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 25 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 25 ഗ്രാം CaCO3 gives 44 by 100 into 25 ഗ്രാം CO2. ക്ലിയർ ആയല്ലോ? നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തെ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 25 100 കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടുന്നു? 4 കിട്ടുന്നു. 44 divided by 4 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11 ഗ്രാം CO2. എത്രയാണ്? 44 by 4 എന്ന് പറഞ്ഞാൽ 11. അന്നേരം 11 ഗ്രാം CO2 എന്ന് കിട്ടും. അതായത് 25 ഗ്രാം CaCO3 നമുക്ക് നൽകുന്ന CO2ന്റെ മാസ് ആണ് എത്ര ഗ്രാം എന്ന് പറയുന്നത്? 11 ഗ്രാം. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നമ്മൾ ആ ആൻസർ ഒന്നുകൂടെ എടുത്തെഴുതാവേ.
25 gram CaCO3 gives 11 gram CO2. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഈ ക്വസ്റ്റ്യന്? ഇത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത പ്രോബ്ലം എന്ത് ചെയ്യാം നോക്കാം. മോൾ കൺസെപ്റ്റ് ആൻഡ് ബാലൻസ്ഡ് ഇക്വേഷന്റെ സെക്കൻഡ് പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാവേ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചിരിക്കുക. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് മീത്തേൻ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് മീത്തേൻ required to produce 22 gram CO2 after combustion. അതായത് എത്ര മോൾ മീത്തേൻ ആവശ്യമാണ് 22 ഗ്രാം CO2 എന്ത് ചെയ്യാനാണ്? പ്രൊഡ്യൂസ് ചെയ്യാൻ. ഏത് റിയാക്ഷനിലാണ്? മീത്തേന്റെ കമ്പസ്റ്റൻ റിയാക്ഷനില്. മീത്തേന്റെ കമ്പസ്റ്റൻ റിയാക്ഷനില് 22 ഗ്രാം CO2 പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ മീത്തേന്റെ നമ്പർ ഓഫ് മോൾസ് എത്ര എടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 22 ഗ്രാം CO2 കിട്ടണമെങ്കിൽ മീത്തേന്റെ നമ്പർ ഓഫ് മോൾസ് എത്ര നമ്മൾ എടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവർ മീത്തേന്റെ കമ്പസ്റ്റൻ റിയാക്ഷൻ ക്വസ്റ്റ്യനിൽ തന്നു. CH4 plus 2O2 gives CO2 plus 2H2O. നമ്മൾ ആദ്യം മീത്തേന്റെ കമ്പസ്റ്റൻ റിയാക്ഷന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണം. എന്നിട്ട് ആ ബാലൻസ്ഡ് ഇക്വേഷനകത്തുള്ള മീത്തേന്റെ നമ്പർ ഓഫ് മോൾസ് എഴുതണം. ബാലൻസ്ഡ് ഇക്വേഷനകത്തുള്ള മീത്തേന്റെ നമ്പർ ഓഫ് മോൾസ് മീത്തേന്റെ താഴെ എഴുതണം. അതുപോലെ തന്നെ CO2 കാർബൺ ഡയോക്സൈഡിന്റെ ബാലൻസ്ഡ് ഇക്വേഷനകത്തുള്ള മാസ് കാർബൺ ഡയോക്സൈഡിന്റെ താഴെ എന്ത് ചെയ്യണം? എഴുതണം. അത് മീത്തേന്റെ താഴെ നമ്പർ ഓഫ് മോൾസും കാർബൺ ഡയോക്സൈഡിന്റെ താഴെ മാസും എഴുതാനുള്ള കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 22 ഗ്രാം CO2 പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ മീത്തേന്റെ എത്ര നമ്പർ ഓഫ് മോൾസ് എത്ര എടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ബാലൻസ്ഡ് ഇക്വേഷനകത്ത് മീത്തേന്റെ താഴെ അതിന്റെ നമ്പർ ഓഫ് മോൾസും CO2ന്റെ താഴെ അതിന്റെ മാസും നമ്മൾ എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. നമുക്ക് ആദ്യം ബാലൻസ്ഡ് ഇക്വേഷൻ മുകളിലോട്ട് എഴുതിയിട്ട് CH4 മീത്തേന്റെ താഴെ അതിന്റെ നമ്പർ ഓഫ് മോൾസും CO2ന്റെ താഴെ അതിന്റെ മാസും ഗ്രാമും എഴുതാം. ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ CH4ന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് എഴുതണം. CH4ന്റെ നമ്പർ ഓഫ് മോൾസ് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. CH4ന്റെ സൈഡ് കോഎഫിഷ്യന്റ് നോക്കുക. CH4ന്റെ സൈഡ് കോഎഫിഷ്യന്റ് ഇവിടെ എത്ര എഴുതിയിരിക്കുന്നത്? പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല. കാരണം CH4ന്റെ സൈഡ് കോഎഫിഷ്യന്റ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം CH4ന്റെ സൈഡ് കോഎഫിഷ്യന്റ് എത്ര ആണെന്നാ? 1 ആണെന്നാ. CH4ന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടി. എത്ര മോൾ ആണ്? 1 മോൾ. ക്ലിയർ ആയി. സൈഡ് കോഎഫിഷ്യന്റ് ആണ് നമ്പർ ഓഫ് മോൾസ്. ഇവിടെ സൈഡ് കോഎഫിഷ്യന്റ് ഒന്നും എഴുതാത്തത് കൊണ്ട് തന്നെ സൈഡ് കോഎഫിഷ്യന്റ് എത്ര? 1 ആണ്. CH4 നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ എത്രയാണ്? 1. ഈ CO2ന്റെ താഴെ നമുക്ക് അതിന്റെ മാസ് എഴുതണം. കാർബണിന്റെ ഒരു കാർബണിന്റെ അറ്റോമിക് മാസ് 12 പ്ലസ് ഒരു ഓക്സിജന്റെ അറ്റോമിക് മാസ് 16. അങ്ങനെയാണെങ്കിൽ രണ്ട് ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ഇൻറ്റു എത്രയാണ്? 2. ഒരു ഓക്സിജന്റെ മാസ് ആണ് 16. അങ്ങനെയാണെങ്കിൽ രണ്ട് ഓക്സിജന്റെ മാസ് എടുക്കണമെങ്കിൽ 16 ഇൻറ്റു എത്ര എടുക്കണം? 2 എടുക്കണം. ക്ലിയർ ആയല്ലോ? 12 പ്ലസ് 16 ഇൻറ്റു 2 എത്രയാണ്? 32. 12 പ്ലസ് 32 ഈക്വൽ എത്ര ഗ്രാം ആണ്? 44 ഗ്രാം.
ക്ലിയർ ആയി. പിന്നെ CO2ന്റെ നമ്മൾ മാസ് ബാലൻസ് ഇക്വേഷനകത്തുള്ള മാസ് കണ്ടുപിടിച്ചു. എത്ര ഗ്രാം എന്ന് കണ്ടുപിടിച്ചു? 44 ഗ്രാം എന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിന് റിലേഷൻ എഴുതണേ. ഇതിന് CO2ന്റെ ബാലൻസ് ഇക്വേഷനകത്തുള്ള മാസ് ആണ് 44 ഗ്രാം. ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾ നോക്കിയേ, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 22 ഗ്രാം CO2 പ്രൊഡ്യൂസ് ചെയ്യാൻ, എത്ര ഗ്രാം CO2 ആണ്? 22 ഗ്രാം CO2 പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മീത്തേന്റെ നമ്പർ ഓഫ് മോൾസ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. 22 ഗ്രാം CO2 പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മീത്തേൻ CH4ന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് 44 ഗ്രാം CO2 പ്രൊഡ്യൂസ് ചെയ്യാൻ, 44 ഗ്രാം CO2 പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മീത്തേന്റെ നമ്പർ ഓഫ് മോൾ എത്രയാണ്? 1. പിന്നെ 44 ഗ്രാം CO2ന് ആവശ്യമായിട്ടുള്ള മീത്തേന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ബാലൻസ്ഡ് ഇക്വേഷനിൽ മനസ്സിലായി. എത്ര മോൾ ആണ്? 1 മോൾ. നമ്മൾ അത് എങ്ങനെ ഒരു സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നത് പറയാം. 44 ഗ്രാം CO2 റിക്വേഴ്സ്, അതായത് 44 ഗ്രാം CO2ന് ആവശ്യമായിട്ടുള്ളത്, അതാണ് നമ്മളിവിടെ റിക്വേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. 44 ഗ്രാം CO2 റിക്വേഴ്സ് 1 മോൾ CH4. ക്ലിയർ ആയല്ലോ. അതായത് 44 ഗ്രാം CO2 പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മീത്തേന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 1 മോൾ. ക്ലിയർ ആയി. ഇനി നമ്മൾ ഈ 44 ഗ്രാമിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് 22 ഗ്രാം കാണാം. പക്ഷെ അങ്ങനെ കാണണ്ട. നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനകത്തും ഈ 40 ഇവിടെ എത്ര ആണോ ഗ്രാം, അതിൽ നിന്ന് 1 ഗ്രാമിന്റെ വാല്യൂ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ആ 1 ഗ്രാമിന്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് പിന്നെ എത്ര ഗ്രാമിലോട്ട് പോകാം? 22 ഗ്രാമിലോട്ട് പോകാം. ഇവിടെ നമുക്ക് 1 ഗ്രാം CO2 ആവശ്യമായിട്ടുള്ള മീത്തേന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. 44 ഗ്രാം CO2 ആവശ്യമായിട്ടുള്ള മീത്തേന്റെ നമ്പർ ഓഫ് മോൾസ് എത്ര? 1. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം CO2 ആവശ്യമായിട്ടുള്ള മീത്തേന്റെ നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് 44. 1നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 44 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അതായത് 1 ഗ്രാം CO2 റിക്വേഴ്സ് 1 ഗ്രാം CO2 റിക്വേഴ്സ് 1/44 മോൾ CH4. ഇത്രയും ക്ലിയർ ആയല്ലോ. കാരണം 44 ഗ്രാം CO2 ആവശ്യമായിട്ടുള്ളത് 1 മോൾ CH4 ആയിരുന്നു. ഇത് ബാലൻസ് ഇക്വേഷൻ നമുക്ക് പറഞ്ഞു തന്ന. അവിടെ 1 ഗ്രാം CO2 ആവശ്യമായിട്ടുള്ള CH4ന്റെ നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി നമ്മൾ 1നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു? 44 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 22 ഗ്രാം CO2 പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മീത്തേന്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം CO2 ആവശ്യമായിട്ടുള്ള മീത്തേന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം 1/44. അങ്ങനെയാണെങ്കിൽ 22 ഗ്രാം CO2 ആവശ്യമായിട്ടുള്ള മീത്തേന്റെ നമ്പർ ഓഫ് മോൾസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ 1 ഗ്രാമിന് ആവശ്യമായിട്ടുള്ള വാല്യൂ എത്ര? 1/44. അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1/44 into 22. അങ്ങനെ അത്രയും നമ്പർ ഓഫ് മോൾസ് വേണം. ആരുടെയാണ്? മീത്തേന്റെ. അതായത് 1 ഗ്രാം CO2 പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മീത്തേന്റെ നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് 1/44. അങ്ങനെയാണ് 22 ഗ്രാം CO2 ആവശ്യമായിട്ടുള്ള മീത്തേന്റെ നമ്പർ ഓഫ് മോൾ കാണണമെങ്കിൽ 1 ഗ്രാമിന് ആവശ്യമായിട്ടുള്ള വാല്യൂവിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് 1/44 into എന്താണ്? 22. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 24ഉം 44ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഇവിടെ എത്ര കിട്ടും? 1/2 എന്ന് പറയും. 1/2. അങ്ങനെ 1/2 മോൾ എന്താണ്? CH4. 22 ഗ്രാം CO2 ആവശ്യമായിട്ടുള്ള CH4ന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 1/2 മോൾ. 1/2 മോൾ ആകുമ്പോൾ നമുക്ക് അതിനെ എത്ര എഴുതാം?
0.5 മോൾ CH4 എഴുതാം. 0.5 മോൾ എന്താണ് CH4. കാരണം 1/2 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് 0.5 മോൾ CH4. നമ്മൾ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിച്ചു. 22 ഗ്രാം CO2 ന് ആവശ്യമായിട്ടുള്ള CH4ന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് എത്ര കിട്ടിയത് 0.5 മോൾ CH4. 22 ഗ്രാം CO2 requires 0.5 മോൾ എന്താണ് CH4. ക്ലിയർ ആയല്ലോ? നമുക്ക് ആൻസർ ഒന്ന് എടുത്തെഴുതാം. (22 gram CO2 requires 0.5 mole CH4. ക്ലിയർ ആയല്ലോ? ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്കിനി ചെയ്യാം. മോൾ കൺസെപ്റ്റ് ആൻഡ് ബാലൻസ്ഡ് ഇക്വേഷന്റെ നമ്മൾ ഇന്ന് ചെയ്യിപ്പിക്കുന്ന മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, അത് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. മാക്സിമം പ്രോബ്ലം നമ്മൾ ഈ ടോപ്പിക്കിൽ ഇപ്പം ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം എത്രയും പ്രോബ്ലം നമ്മൾ ചെയ്യിപ്പിക്കുന്നു അത്രയും ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് എളുപ്പമാവുകയെ. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചിരിക്കണേ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 required to produce 240 gram magnesium oxide according to the equation 2 mg plus O2 gives 2 mgO. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അവര് ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ തന്നു. അതായത് മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്ന ബാലൻസ് ഇക്വേഷൻ ആണ് അവർ തന്നിരിക്കുന്നത്. മഗ്നീഷ്യവും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്ന ബാലൻസ് ഇക്വേഷൻ തന്നു. എന്നിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇവിടെ 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് എത്ര എടുക്കണം? ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് എത്ര എടുക്കണമെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷന് എടുത്തെഴുതണം. എന്നിട്ട് ബാലൻസ്ഡ് ഇക്വേഷന് എടുത്തെഴുതിയിട്ട് ബാലൻസ്ഡ് ഇക്വേഷനകത്തുള്ള മഗ്നീഷ്യം ഓക്സൈഡിന്റെ മാസ് എടുക്കണം, മാസ് എടുത്തെഴുതണം. ബാലൻസ്ഡ് ഇക്വേഷനകത്തുള്ള O2ന്റെ നമ്പർ ഓഫ് മോൾസും എടുത്തെഴുതണം. എന്നിട്ട് നമ്മൾ ഇവിടെ ബാലൻസ്ഡ് ഇക്വേഷൻ എടുത്തെഴുതിയിട്ട് ആ ബാലൻസ്ഡ് ഇക്വേഷനകത്തുള്ള മഗ്നീഷ്യം ഓക്സൈഡ് ആണ് MgO. ആ മഗ്നീഷ്യം ഓക്സൈഡിന്റെ മാസ് എഴുതണം, O2ന്റെ നമ്പർ ഓഫ് മോൾസ് എഴുതണം. അവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഓക്സിജന്റെ എത്ര നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യണം എടുക്കണം എന്നുള്ള കാര്യം അതിൽ നിന്ന് കണ്ടുപിടിക്കാതെ നമുക്ക് ആദ്യം ബാലൻസ്ഡ് ഇക്വേഷൻ എടുത്തെഴുതുക. മഗ്നീഷ്യം ഓക്സൈഡിന്റെ താഴെ അതിന്റെ മാസ് എഴുതുക, O2ന്റെ താഴെ അതിന്റെ നമ്പർ ഓഫ് മോൾസ് എഴുതുക. ബാലൻസ്ഡ് ഇക്വേഷന് 2 mg plus O2 gives 2 mgO. പിന്നെ ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ആദ്യം എഴുതാം. O2ന്റെ സൈഡ് കോഎഫിഷ്യന്റ് 1, കാരണം ഒന്നും എഴുതിയില്ലെങ്കിൽ ഇവിടെ 1 O2 എന്നാണ്. O2ന്റെ സൈഡ് കോഎഫിഷ്യന്റ് എത്ര 1. O2ന്റെ നമ്പർ ഓഫ് മോളിന്റെ വാല്യൂ എത്രയാണ് 1 മോൾ. ക്ലിയർ ആയല്ലോ? ഇവിടെ മഗ്നീഷ്യം ഓക്സൈഡിന്റെ എന്ത് നമ്മൾ കണ്ടുപിടിക്കണം? മാസ് കണ്ടുപിടിക്കണം. ഇവിടെ സൈഡ് കോഎഫിഷ്യന്റ് എത്ര നടക്കുന്നത് 2 into മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് മാസ് 24 ആണ്. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ് 24 പ്ലസ് ഈ അറ്റോമിക് മാസ് നിങ്ങൾ ക്ലാസ് ടേബിൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം എടുക്കാം. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ് 24 പ്ലസ് ഓക്സിജന്റെ അറ്റോമിക് മാസ് 60
മഗ്നീഷ്യം ഓക്സൈഡിന്റെ മാസ് 24 പ്ലസ് എന്താണ് 16. നമുക്ക് എത്ര കിട്ടും ഇവിടെ 40. ഇവിടെ രണ്ട് മഗ്നീഷ്യം ഓക്സൈഡാണ്, അതാണ് 2 ഇൻറ്റു എന്ന് കൊടുത്തേക്കുന്നത്. 2 ഇൻറ്റു എത്രയാണ് 40 ഈക്വൽ എത്ര ഗ്രാം ആണ് 80 ഗ്രാം. അതായത് ബാലൻസ്ഡ് ഇക്വേഷനകത്തുള്ള മഗ്നീഷ്യം ഓക്സൈഡിന്റെ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. എത്ര ഗ്രാം ആണെന്ന 80 ഗ്രാം. ഈ ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? 80 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര മോൾ O2 ആവശ്യമാണ്? 1 മോൾ O2 ആവശ്യമാണ്. അതായത് 80 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് റിക്വേഴ്സ്, അതായത് 80 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡിന് ആവശ്യമായിട്ടുള്ളത് എത്ര ഗ്രാം O2 ആണ്? 1 മോൾ O2. നമുക്ക് അതിനെ എങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം? 80 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡിന്റെ ഫോർമുല MgO, റിക്വേഴ്സ് 1 മോൾ O2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡിന് ആവശ്യമായിട്ടുള്ള O2ന്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. 80 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡിന് ആവശ്യമായിട്ടുള്ള O2ന്റെ നമ്പർ ഓഫ് മോൾ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 1 മോൾ ആണ് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കാൻ ആവശ്യമില്ല, ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് പറഞ്ഞു തന്നു. 80 ഗ്രാമിൽ നിന്ന് ഡയറക്റ്റ് 240 പോകണ്ട, അങ്ങനെ നമുക്ക് ചെയ്യാം. അതിലൊരു സ്റ്റെപ്പ് നമുക്ക് കുറയ്ക്കാവുന്നേ ഉള്ളൂ, പക്ഷെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴേ 80 ഗ്രാമിൽ നിന്ന് നമുക്ക് 1 ഗ്രാമിലേക്ക് പോവാം. 1 ഗ്രാമിന്റെ കണ്ടുപിടിച്ചാൽ 240 ഗ്രാമിന്റെ കണ്ടുപിടിക്കാൻ വല്ല പാടുണ്ടോ? ഇല്ല. കാരണം 1 ഗ്രാമിന്റെ വാല്യൂവിനെ എത്ര കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 240 കൊണ്ടങ്ങ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് 1 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് റിക്വേഴ്സ്, അതായത് 1 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡിന് ആവശ്യമായിട്ടുള്ള O2ന്റെ നമ്പർ ഓഫ് മോള് കണ്ടുപിടിക്കണം. അതിന് നമ്മളിവിടെ 1നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 80 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/80 മോൾ O2. 1 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ എത്ര മോൾ O2 വേണം? 1/80 മോൾ O2 വേണം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എത്ര ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനാ? 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള O2ന്റെ നമ്പർ ഓഫ് മോൾ നമുക്ക് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് റിക്വേഴ്സ്, 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് റിക്വേഴ്സ്. 1 മോളിന്റെ വാല്യൂ എത്ര? 1/80. 1 മോളിന്റെ വാല്യൂവിൽ നിന്ന് 240 ഗ്രാമിന്റെ 1 ഗ്രാമിന്റെ വാല്യൂ എത്ര? 1/80. 1 ഗ്രാമിന്റെ വാല്യൂവിൽ നിന്ന് 240 ഗ്രാമിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 1 ഗ്രാമിന് നമുക്ക് കിട്ടിയ O2ന്റെ നമ്പർ ഓഫ് മോൾ ആയിട്ടുള്ള 1/80യെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 240 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് റിക്വേഴ്സ് 1/80 into 240 മോൾ O2. ക്ലിയർ ആയല്ലോ? നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡിന് ആവശ്യമായിട്ടുള്ള O2ന്റെ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിച്ചു. 1/80 into 240. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. ശ്രദ്ധിച്ചിരിക്കണേ. gram magnesium oxide require 1/80 into 240 mol O2. നമുക്ക് 240 80 കൂടെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഇവിടെ ആൻസർ എത്ര കിട്ടും? 3. അതായത് 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡിന് ആവശ്യമായിട്ടുള്ളത്, അതായത് 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള O2ന്റെ നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് എത്ര മോൾ ആണ്? 3 മോൾ.
240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് നമുക്ക് ഈ ബാലൻസ്ഡ് ഇക്വേഷൻ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മോൾ O2 ആവശ്യമാണ്? 3 മോൾ O2 ആവശ്യമാണ്. സെക്കൻഡ് പ്രോബ്ലം നമ്മളിപ്പം ഇത് ചെയ്തിരിക്കുന്നത് തേർഡ് പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തത് ബാലൻസ്ഡ് ഇക്വേഷൻ ആൻഡ് മോൾ കൺസെപ്റ്റിൽ നിന്ന്. ഇന്ന് 3 പ്രോബ്ലം നമ്മൾ ഇന്ന് ചെയ്തു. ഈ 3 പ്രോബ്ലത്തെ ബേസ് ചെയ്ത് 2 ഹോംവർക്ക് ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഈ 3 പ്രോബ്ലംസും കണ്ടു കഴിഞ്ഞ് ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ആ ഹോംവർക്ക് എനിക്ക് വാട്സാപ്പിൽ ഒന്ന് എന്ത് ചെയ്യണം, അയച്ചു തരണേ. ഓക്കെ.